ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന അസുഖം വരെ നമുക്കറിയാൻ പറ്റും. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാൻ പറ്റും, വൈ വിമൺ ചൂസ് സൂംബ ഫോർ ഫിറ്റ്നസ്. ഞാൻ പറഞ്ഞു വിമൺ മാത്രമല്ല ജെൻസും ഉണ്ട്, പക്ഷെ മെയിൻലി വിമൺ അത് ചൂസ് ചെയ്യാനുള്ള ഒരുപാട് കാരണങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ലാസ്റ്റ് വീഡിയോകളിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മളൊരു 5 കാര്യത്തെക്കുറിച്ച് പറയാൻ പോവുകയാണ്. ഇതിന് മുന്നത്തെ വീഡിയോ കാണേണ്ട ആളുകൾ തീർച്ചയായിട്ടും ആ വീഡിയോ കാണണം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈ വിമൺ ചൂസ് സൂംബ ഫോർ ഫിറ്റ്നസ്സിലെ ഒന്നാമത്തെ റീസൺ എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഇറ്റ്സ് എ ഫുൾ ബോഡി വർക്കൗട്ട്. ഓൾറെഡി ഇതൊരു ഡാൻസ് എൻജോയ്മെന്റ് ഫണ്ടിലൂടെയാണ് നമ്മൾ ഈ എക്സസൈസ് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ മൾട്ടിപ്പിൾ മസിൽസ് ഉണ്ട് അല്ലേ. നമ്മുടെ ശരീരത്തിന് മൾട്ടിപ്പിൾ മസിൽസ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഈ മൾട്ടിപ്പിൾ മസിൽസ് ഗ്രൂപ്പ്സിനെ എഫക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് പ്രോഗ്രാമാണ് സൂംബ. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ഈ മസിൽസിന് അങ്ങനെ നമുക്കൊരു ഹെൽത്ത് കൊടുക്കുമ്പോൾ ഇത് വേരിയസ് പാർട്സ് ഓഫ് ബോഡിയുടെ പല ഭാഗങ്ങളിലേക്കും എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ സൂംബ ചെയ്യുമ്പോൾ നമുക്ക് ആ വർക്കൗട്ടിന്റെ ഗുണം കിട്ടണം. അതുകൊണ്ടാണ് അതിന് ഫുൾ ബോഡി വർക്കൗട്ട് എന്ന് പറയുന്നത്. അടുത്തൊരു പോയിന്റ് നോക്കിയേ, മെയിൻലി പറയുകയാണെങ്കിൽ നമ്മുടെ കോർ, അതുപോലെ തന്നെ ആംസ്, അതുപോലെ തന്നെ ലെഗ്സ്, നമ്മുടെ ഗ്ലൂട്ട്സ്, ഏതൊക്കെയാണ് നമ്മുടെ മെയിൻ കോർ എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻട്രൽ പാർട്ടാണ്. എന്തൊക്കെയാണ് നമ്മുടെ സെൻട്രൽ പാർട്ട്? നമ്മുടെ പെൽവിസ്, നമ്മുടെ ഹിപ്പ് റീജിയൻ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്ക്, ലോവർ ബാക്ക്, ഈ ഭാഗങ്ങളൊക്കെ വരുന്ന കോർ ഭാഗത്ത് നല്ല രീതിയിൽ വർക്കൗട്ട് കിട്ടും. ഏത് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ സൂംബ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആംസ് അറിയാലോ, ഡാൻസ് കളിക്കുന്ന സമയത്ത് കൈയിനും കാലിനും ആ ജോയിൻസിനും കിട്ടുന്ന ഒരു എഫക്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതുപോലെ തന്നെ മെയിൻലി നമ്മൾ ഗ്ലൂട്ടിയൽ മസിൽസ് എന്ന് പറയും. എന്താണ് ഗ്ലൂട്ടിയസ് മസിൽസ്? മെയിൻ ആയിട്ട് നമ്മുടെ ബട്ടക് റീജിയനിലൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഗുണം കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ സൂംബ ആളുകൾ എടുക്കാനുള്ള കാരണം ഇറ്റ്സ് എ ഫുൾ ബോഡി വർക്കൗട്ട് ആയതുകൊണ്ടാണ് ഒന്നാമത്തെ റീസൺ. ഇനി നമ്മുടെ രണ്ടാമത്തെ റീസണിലേക്ക് കടന്നു നോക്കൂ, ബൂസ്റ്റ് കോൺഫിഡൻസ്. ഇത് വല്ലാത്തൊരു ഘടകമാണ് സൂംബയിൽ. കാരണം നമ്മൾ ഒരുപാട് സൂംബ ആക്ടിവിറ്റികൾ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. നമ്മളെ ഓഫ്ലൈനായിട്ട് ഓൺലൈനായിട്ട് ഫ്ലാറ്റുകളൊക്കെ നമ്മൾ സൂംബ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് പോകുന്നൊരു സ്ഥാപനമാണ്. അപ്പോൾ ഈ സൂംബ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഇത് നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. മെയിൻലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡാൻസ് നമ്മൾ അങ്ങനെ തന്നെ ചിന്തിക്കുക, ഒരു വലിയ ബിസിനസ് ഓണേഴ്സൊക്കെ വലിയ ക്ലബ്ബ് പ്രോഗ്രാമിലൊക്കെ ഉണ്ടാവും നമുക്ക് ഇല്ലേ, അസോസിയേഷൻ പ്രോഗ്രാമിലൊക്കെ നമുക്ക് ഡാൻസ് അറിയാതെ മാറി നിൽക്കേണ്ടതും സൂംബയിലൂടെ കുറച്ച് സ്റ്റെപ്പൊക്കെ പഠിച്ചിട്ട് നമ്മളെ ബോഡി ഇമേജ് ഒക്കെ പക്കയാക്കിയിട്ട് നമ്മളൊന്ന് ഡാൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോൺഫിഡൻസ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ. നമുക്ക് എത്രമാത്രം ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ് തരുന്നത്. അപ്പോൾ സൂംബ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സെൽഫ് കോൺഫിഡൻസ് കൂടുന്നു, നല്ല ബോഡി ഇമേജിലേക്ക് കൊണ്ടുവന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള സെൽഫ് പെർസെപ്ഷൻ, നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ വളരെ പോസിറ്റീവാക്കി നമ്മളെ കോൺഫിഡൻ്റ് ആയിട്ട് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നല്ല ഫിറ്റ് ആയിട്ടുള്ള സ്റ്റാമിനുള്ള ബോഡി കിട്ടിയാൽ തന്നെ നമ്മൾ ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മളെ കോൺഫിഡൻസ് പവറിനെ ബൂസ്റ്റ് ചെയ്യും. അത് നമ്മളെ ഫാമിലി ലൈഫിൽ, നമ്മുടെ ബിസിനസ് ലൈഫിൽ, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. സോ ഇതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ലേഡീസും സൂംബ ഓപ്റ്റ് ചെയ്യുന്ന ഒരു കാരണം. അടുത്തൊരു പോയിന്റ് എന്താണ്? മൂന്നാമത്തെ ഒരു പോയിന്റ്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ബാലൻസ്. നമ്മൾ പറയാറില്ലേ ഈ അത്ലറ്റ്സിൻ്റെ ഒക്കെ ഫ്ലെക്സിബിലിറ്റി ഭയങ്കരമാണെന്നുള്ളത്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ മെയ്വഴക്കം എന്നൊക്കെ മലയാളത്തിൽ പറയും. പ്രോപ്പർ ആയിട്ടുള്ള ബാലൻസ് നമുക്ക് തീർച്ചയായിട്ടും വേണം. നമ്മളെ ഹെൽത്തിന് ഏറ്റവും ആവശ്യമാണ്. സൂംബ ചെയ്യുമ്പോൾ നമ്മളെ ഫിസിക്കൽ ഹെൽത്ത്, നമ്മളെ ബോഡി ഫ്ലെക്സിബിലിറ്റി ബാലൻസ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് കൂടും. കൂടാതെ തന്നെ നമുക്ക് ഇഞ്ചുറി പ്രിവെൻഷൻ, പ്രോപ്പർ ആയിട്ടുള്ള ഇപ്പം ഞാനിങ്ങനെ നടന്നു പോവുകയാണ്, ഞാൻ പെട്ടെന്ന് വീണ് പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഹെൽത്ത് എനിക്ക് ഇഞ്ചുറി വരികയാണ്. എന്നാൽ ഞാൻ വീണ് പോവാതെ പ്രോപ്പർ ബാലൻസിങ് എനിക്ക് കിട്ടുകയാണെങ്കിൽ എന്താണ്? ഇഞ്ചുറി പ്രിവെൻഷൻ ആണ്. സോ ഇത് ലോകത്തന്നെ വിമൺ ഏറ്റവും കൂടുതൽ സൂംബ ഓപ്റ്റ് ചെയ്യുന്ന ഒരു മെയിൻ ഒരു റീസൺ ആണ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ബാലൻസ്. അടുത്തൊരു പോയിന്റ് നോക്കി നോക്കും, ഇൻക്രീസസ് എൻഡ്യൂറൻസ്. നമ്മുടെ എൻഡ്യൂറൻസ് എന്താണ്? നമ്മളെ ബോഡി സ്റ്റാമിന, നമ്മളെ കാര്യക്ഷമത, നമ്മളെ സ്റ്റാമിനയൊക്കെ കൂടിയാൽ തന്നെ നമുക്ക് അതൊരു ഫിസിക്കൽ ഹെൽത്തിന് മാത്രമല്ല അത് ഗുണം ചെയ്യുക, പ്രൊഫഷണൽ ലൈഫിനും നമ്മളെ മെൻ്റൽ ഹെൽത്തിനൊക്കെ അത് ഗുണം ചെയ്യും. കാരണം നമ്മുടെ ഈ എൻഡ്യൂറൻസ് എനർജി ലെവലിൽ പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഡെയിലി ആക്ടിവിറ്റീസ്, ശ്രദ്ധിക്കണേ, ഇത് ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല ഞാൻ പറയുന്നത്, നമ്മളെ ഡെയിലി ആക്ടിവിറ്റീസ്, നമ്മൾ ഓഫീസ് വർക്ക് ആയിക്കോട്ടെ, വീട്ടിലെ ജോലികളായിക്കോട്ടെ, പെട്ടെന്ന് വളരെ പ്രൊഡക്റ്റീവായിട്ട് ഈസി ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു ബിസിനസ് ഓണറാണിത് കാണുന്നതെന്ന് വിചാരിക്കുക. ഞാൻ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. നമുക്ക് ടീം മാനേജ്മെന്റ് അല്ലെങ്കിൽ ടീമിന്റെ ട്രെയിനിങ് ഒക്കെ നടക്കുന്ന സമയത്ത് നല്ല എനർജി ലെവൽ, രാവിലെയൊക്കെ സൂംബ ചെയ്ത് പക്ക എനർജറ്റിക് ആയിട്ട് നമ്മൾ നല്ല സ്റ്റാമിനയോട് കൂടിയൊക്കെ നിൽക്കുമ്പോൾ എത്ര ഈസി ആയിട്ട്, എത്ര അതോറിറ്റിയോട് കൂടി, എത്ര പ്രോപ്പറായിട്ട് നമുക്ക് ആ മീറ്റിങ്ങിന് കൊണ്ടുപോകാൻ കഴിയും. ഞാനൊരു എക്സാമ്പിൾ മാത്രം പറഞ്ഞത്. സോ ഡെയിലി ആക്ടിവിറ്റീസിനെ ഈസി ടു പെർഫോം ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും നമ്മൾ ഈ ഒരു സൂംബ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ.
ഓക്കെ ആണല്ലോ. അടുത്തൊരു പോയിന്റ് നോക്കി നോക്കിയേ, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫൈനൽ പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റ് ആണ് വൈ വിമൻ ചൂസ് സൂംബ ഫോർ ഫിറ്റ്നസിന്റെ അഞ്ചാമത്തെ പോയിന്റ് ഇതാ, ബോൺ ഹെൽത്ത്. നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്, ആണോ അല്ലേ? നമ്മളുടെ പ്രത്യേകിച്ച് ലേഡീസിന് പ്രായം കൂടുന്നതിനനുസരിച്ച് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന അസുഖം വരെ നമുക്കറിയാൻ പറ്റും. എല്ല് പെട്ടെന്ന് ബ്രേക്കായി പോകുന്ന സിറ്റുവേഷൻ, എല്ലിന് ബലം കുറഞ്ഞ് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ്, ഇത് പ്രത്യേകിച്ച് ലേഡീസിനാണ് കൂടുതൽ, ഏജ് ഗ്രൂപ്പ് ഒക്കെ കൂടുന്നതിനനുസരിച്ച്. ഈ സാഹചര്യത്തിൽ റെഗുലർ ആയിട്ട് സൂംബ വർക്കൗട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ബോൺസിനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. കൂടാതെ തന്നെ ഇത് നമുക്ക് ബോണ് പ്രോപ്പറായിട്ട് ഹെൽത്തി ആയി കഴിഞ്ഞാൽ റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഓസ്റ്റിയോപോറോസിസ്, ഞാൻ നേരത്തെ പറഞ്ഞ അസുഖത്തിനെ നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുപോയി, ഞാൻ ഇല്ല എന്നല്ല പറയുന്നത്, സൂംബ ചെയ്താൽ ഓസ്റ്റിയോപോറോസിസ് വരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഓസ്റ്റിയോപോറോസിസ് ആണ്. അതിലൂടെ തന്നെ നമ്മൾ ഏജ് ആവുന്നതിനനുസരിച്ചുള്ള ഈ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള എല്ലിൻ്റെ പ്രശ്നങ്ങൾ, പൊട്ടിപ്പോകുന്ന വിഷയങ്ങൾക്കൊക്കെ മെല്ലെ 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 കുറച്ച് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഇതും ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ, മെയിൻലി ഇന്ന് ലോകം മുഴുവനുള്ള ലേഡീസ്, പ്രത്യേകിച്ച് വിമൻ, ഞാൻ ജെൻസ് ഇല്ല എന്നല്ല പറയുന്നത്, ജെൻസും സൂംബ ഒരുപാട് ആളുകൾ എടുക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ലേഡീസ് ഓപ്റ്റ് ചെയ്യുന്ന കാരണങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇന്ന് പറഞ്ഞ പോയിന്റ് നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. 5 റീസൺ എന്തുകൊണ്ട് നമ്മുടെ ലേഡീസിന് ഏറ്റവും കൂടുതൽ സൂംബയെ ഓപ്റ്റ് ചെയ്യുന്നു. ഇറ്റ്സ് എ ഫുൾ ബോഡി വർക്ക്ഔട്ട്, ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തൊരു പോയിന്റ് എന്തായിരുന്നു, ബൂസ്റ്റ് കോൺഫിഡൻസ്, നമ്മുടെ കോൺഫിഡൻസ് അപാരമാക്കി മാറ്റിയത്. കൂടാതെ മൂന്നാമത്തെ പോയിന്റ് എന്താണ്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ബാലൻസ്, നമ്മുടെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി ആൻഡ് ബാലൻസ് കൂട്ടാൻ കഴിയും. ഇൻക്രീസസ് എൻഡ്യൂറൻസ്, നമ്മുടെ കാര്യക്ഷമതയും സ്റ്റാമിനയൊക്കെ നമുക്ക് കൂട്ടി ഈസി ടു പെർഫോമിലേക്ക് നമ്മൾ നയിക്കുന്നു. കൂടാതെ തന്നെ ബോൺ ഹെൽത്ത്, ഓസ്റ്റിയോപോറോസിസ് പോലുള്ള ഭാവിയിൽ വരാൻ പോകുന്ന ആ ഡിസീസസിനെ, അതിൻ്റെ റിസ്ക് ഫാക്ടറിനെ മെല്ലെ 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 റിസ്ക് കുറച്ച് കൊണ്ടുവന്ന് നമ്മളെ ബോണിനെയൊക്കെ ഹെൽത്തിയാക്കി മാറ്റാൻ കഴിയും. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്നു, സൂംബ ഇന്ന് ആളുകൾ ഒരുപാട് ഓപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിയാഫിയയിൽ സൂംബയിൽ വ്യത്യസ്ത രീതിയിൽ നമ്മൾ സൂംബ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. അതുവരെ താൽക്കാലികമായി വിട പറയുന്നു. എനിവേ താങ്ക് യു സോ മച്ച്. സൈനിങ് ഓഫ്, ദീപക് വി ഫ്രം ടീം നിയാഫിയ.